അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാർ ഒന്ന് റിവീൽ ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, എല്ലാം പവറാക്കുക, ബെല്ലൈക്കൺ സൈഡിലുണ്ട് അടിച്ചാണ്ട് പൊളിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ കുറച്ച് കാറുകൾ, ഒരു 5-6 കാറുകളേ ഉള്ളൂ. നമ്മൾ തുടക്കമാണ്, ഡ്രൈവർ മോഡിലാണ് നമ്മൾ തുടക്കമാണ്. നമ്മുടെ പൈസയില്ല, കോയിൻസൊക്കെ കുറവാണ്. ഇതൊരു BMW ആണ്. നമ്മളായിട്ട് കാണിച്ചുതരാം. നമ്മൾ ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ആദ്യമായിട്ട് മേടിച്ച വണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതൊരു സാധാ മോഡൽ കാറ് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ മാറ്റം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണിത്. ഗൈസ് നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് കേട്ടില്ലേ? ഒരു ഗുറു സൗണ്ടാണ്. വണ്ടി ഒരു നാനോ കാറിൻ്റെ ഷേപ്പ് പോലത്തെ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ടയറിൽ റിഫ്ലക്ഷനിൽ പച്ചയും ചുവപ്പൊക്കെ ഇട്ട് ഗജയൊക്കെയാണ്. കറുപ്പ് വണ്ടിയാണെങ്കിൽ ഞാൻ വെറുതെ എന്തിനോ വേണ്ടി എടുത്തിട്ട് ഞാൻ അങ്ങനെ വെറുതെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ഗെയിം തുടങ്ങുമ്പോൾ വണ്ടി ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ടയർ താഴ്ത്തിയിട്ടുണ്ട്. ടയർ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് വണ്ടി. അത് മാത്രമേ ഞാൻ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഇൻറ്റീരിയറൊക്കെ നല്ല സെറ്റ് ഇൻറ്റീരിയറാണ് വണ്ടിയുടെ. പിന്നെ നമ്മൾ ജീപ്പ് എന്ന് പറയുമ്പോൾ ഈ വണ്ടി ഞാൻ ഇൻസ്പയർ ചെയ്തേക്കുന്നത്, ഈ വണ്ടി ഞാൻ ഉണ്ടാക്കി ഇൻസ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ടെർബോ സിനിമയിലെ മമ്മൂട്ടിയുടെ ജീപ്പാണ്. മമ്മൂട്ടിയുടെ വണ്ടിയാണ് ടെർബോ എന്ന് പറയുന്ന ഒരു ജീപ്പ്. ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ വണ്ടി ഇൻസ്പയർ ചെയ്തിരിക്കുക. സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വണ്ടിക്ക് ടെർബോ സിനിമ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും പക്ഷേ എനിക്ക് ടെർബോ സിനിമയിലെ ജീപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അതിൽ നിന്ന് ഇൻസ്പയറായി ഉണ്ടാക്കിയൊരു ജീപ്പാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റും സൈഡിൽ ഇതൊക്കെ മാറ്റാൻ കുറേ പൈസയൊക്കെ ആയി. ഞാൻ ഗെയിമിലെ പൈസ കേട്ടോ, അത് ഞാൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തൊരു വണ്ടിയാണ്. പിന്നുള്ളത് ഈ ഒരു കാറാണ്. ക്രേസി അലിഗേറ്റർ എന്നാണ് ഞാൻ എൻ്റെ പേരിട്ടേക്കുന്നത്. ഇതൊക്കെ ഒരു റാൻഡമായിട്ട് ഒരാൾ തന്ന വണ്ടിയാണ്. ഈ വണ്ടി എനിക്ക് റാൻഡമായിട്ട് ഒരാൾ തന്ന വണ്ടിയാണ്. ഇതിൻ്റെ വേറെന്തോ പേരായിരുന്നു. ഞാൻ ആ പേരിൻ്റെ ഇത് മാറ്റി നമ്മുടെ ക്രേസി അലിഗേറ്ററിക്ക് എന്ന് പറയുന്നൊരു പേരേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ട് ഈ വണ്ടിയിൽ ഇട്ടേക്കാണ്. എന്നിട്ട് ടയർ മാറ്റി ഈ വണ്ടി താഴ്ത്തി ഫുള്ള് പൊങ്ങി കിടക്കുന്ന വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കിടക്കണ്ടായിരുന്ന വണ്ടിയാണ്, ഫുള്ള് കിടക്കണ്ടായിരുന്ന വണ്ടിയാണ്. അത് ഞാൻ താഴ്ത്തി സെറ്റാക്കിയതാണ്, താഴ്ത്തി പവറാക്കിയൊരു വണ്ടിയാണിത്. ക്രേസി അലിഗേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടി. പിന്നെ നമ്മുടെ BM നമ്മൾ റാൻഡമായിട്ട് വേറൊരാൾ തന്നൊരു വണ്ടിയാണ്. ഇത് നമ്മളൊരു നീല പെയിൻറ്റ് റിഫ്ലക്ഷൻ, ഒരു പ്രത്യേക കളർ നീല റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന് ടയർ മാറ്റി, ടയർ 2 കളർ വേരിയൻ്റുള്ള ടയറാണെന്ന് വെച്ചാൽ റിംസിൽ തന്നെ ഞാൻ പറഞ്ഞുതരുന്നത് നോക്കട്ടോ, ഞാൻ കാണിച്ചു തരാം. അതെന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മൾ ഈ വീൽസ് എടുത്തിട്ട് ആ ടയർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഈ 1, 2 കണ്ടോ, 1, 2 അങ്ങനെയാണ്. ഈ 1 എന്ന് പറയുമ്പോൾ കണ്ടോ ഈ കളറാണ്. ഉള്ളിൽ നിന്ന് 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ഹോണൊന്നും നമ്മൾ പൈസ ഇല്ല ആസ് യൂഷ്വൽ. നമുക്ക് ഈ ഹോണൊന്നും നിൽക്ക് നമ്മൾ ഇനി വണ്ടിയിൽ ചെയ്തേക്കണമെന്ന് പറയുമ്പോൾ ന്യൂ എക്സോസ്റ്റ് മേടിച്ച് വെച്ചിട്ട് വേറെ പൈസയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അത്രയ്ക്ക് പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ ചെറിയ എക്സോസ്റ്റ്. പിന്നെ എനിക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞൊരു സൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ സൗണ്ടൊന്നും മാറ്റിയില്ല, അതേപോലെ വെച്ചേക്കാണ്. പൈസ ഇല്ലാതെ ഒരു കാരണം, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് രണ്ടാമത് കാരണം. പിന്നെ ടയർ എന്ന് പറയുന്നത്, പിന്നെ ഇതിൻ്റെ ക്രേസി ടെർബോ ജോസ് എന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ അടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊളിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ വരെ കാണുന്നവരെ ബൈ.